ഞാൻ കാരണം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ഞാൻ എന്തിനാ ഇനിയും ജീവിക്കുന്നേ, മരിക്കാമെന്നോർത്തു. അപ്പോൾ ഈ പിള്ളേരൊന്നും അടുത്തില്ല, നിങ്ങൾ പഠിക്കുക, അപ്പം തന്നെ മരിച്ചാൽ ഈ കടമെല്ലാം ആര് കൊടുക്കും, ഈ പിള്ളേരെ എല്ലാവരും ഇങ്ങോട്ട് ഉപദ്രവിക്കത്തില്ലേ എന്ന് പേടിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, എല്ലാം മാറും, അവിടെ ചെന്നാൽ മാറുമെന്ന്. പക്ഷേ എനിക്ക് ഒരിക്കലും ഇവിടെ വരാൻ സാധിച്ചില്ല. എനിക്ക് വണ്ടിക്കൂലി പോലും ഇല്ല ഇവിടെ വരാൻ, എനിക്ക് തന്നെ വരാൻ അറിയത്തില്ല, എന്നെ കൊണ്ടുവരാൻ ആരുമില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ ബാബുച്ചേട്ടനും നമ്മളെയും കൂടെ ജൂലൈ 28-ാം തീയതി ഇവിടെ എന്നെ കൊണ്ടുവന്നു. ഞാൻ അമ്മയുടെ ആ മുമ്പിലിരുന്ന് ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല എന്നാ പ്രാർത്ഥിക്കണം, ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞു. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഇപ്പം ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അമ്മയോട്, ഇപ്പം എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇവിടെ മാതാവുണ്ടല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് തന്നെ വരാനും അറിയത്തില്ല. അപ്പം ഞാൻ ഇവിടുന്ന് ആ നടയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ, എൻ്റെ ഭർത്താവിനെ ഞാൻ നിർബന്ധിക്കത്തില്ല, പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവരണം, അമ്മ അതിനുള്ളൊരു വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പിറ്റേ ആഴ്ചയിൽ അടുത്ത വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം, ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല, വിഷമങ്ങൾ കൂടി വരുക, ഞാൻ എന്നാ ചെയ്യും, ജീവിക്കണോ എന്നറിയത്തില്ല. അപ്പം അതിനു മുമ്പ് ഞാൻ ജൂൺ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ദിവസം ഇങ്ങനെ മരിക്കാമെന്നിങ്ങനെ ഓർത്തുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനം കണ്ടു. ഞാൻ ആ ധ്യാനം കൂടിയപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ എന്തിനാ മരിക്കുന്നേ, എനിക്ക് എൻ്റെ ഈശോ ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആ ധ്യാനം കൂടിയപ്പം അത് കഴിഞ്ഞ് എനിക്ക് ശക്തി കിട്ടി. ഞാൻ ആ ഒരു മാസം ഞാൻ ഈ ഉടമ്പടി ജീവിതം നയിച്ചു. ഞാൻ എൻ്റെ പാവങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ചു. ഞാൻ എന്നും ബൈബിൾ വായിക്കാൻ തുടങ്ങി. പറ്റുന്ന ദിവസം എല്ലാം ഞാൻ കുർബാനയ്ക്ക് പോയി. അങ്ങനെ ഒരു 1.5 മാസം ഞാൻ നോക്കിയിട്ടാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയത്. അന്ന് അവരെന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് എൻ്റെ വ്യാഴാഴ്ച ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ കൊച്ചവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു, അവളെയും വിളിച്ചുകൊണ്ട് എങ്ങനെയാലും ഇവിടെ വരാം, ആരോടെങ്കിലും ചോദിച്ചിട്ട് എന്നോർത്തുകൊണ്ട് അടുത്തുള്ളൊരു ചേച്ചി, സാലിമയെന്ന് പറഞ്ഞ ചേച്ചി ഉടമ്പടി എടുത്ത. അപ്പം അമ്മ എപ്പോഴും പറയും കൊച്ചവിടെ എന്ന്. അന്നേരം ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞാൻ 2-3 പേരോട് ചോദിച്ചപ്പോൾ ആരുമില്ല എൻ്റെ കൂടെ വരാൻ. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ ചോദിക്കുന്ന കേട്ടപ്പോഴത്തേക്കും എൻ്റെ ഭർത്താവ് തന്നെ എന്നോട് പറയാം, നീ എന്തിനാ ഇവരോടൊക്കെ ചോദിക്കുന്നത്, ഞാനില്ല നിന്നെ കൊണ്ടുപോകാൻ, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന്. ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഞാനും എൻ്റെ 2ാമത്തെ കൊച്ചും ഭർത്താവും കൂടി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു.